അതായത് ക്രൂവിന് വാഷ്റൂം ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരൊറ്റ, അതായത് 100-150 പേരുണ്ടെങ്കിൽ 50 പേര് കൂട്ടിക്കോ, 50 പേരുണ്ടെന്ന് എനിക്ക് ക്രൂവില്. ഈ 50 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ആരെങ്കിലും വാഷ്റൂം ഉണ്ടാക്കും. ഇത് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്ന കണ്ടപ്പോഴേക്കും പുള്ളി പെട്ടെന്ന് വന്നിട്ട് ഈ ചൂല് എൻ്റെ കയ്യിൽ തന്നിട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാ, വെയിറ്റ് ഉള്ള സാധനമാണല്ലോ. അപ്പൊ പുള്ളി പോയിട്ട് അത് പിടിച്ചടച്ചിട്ട് നീ അത് ചെയ്താൽ മതി, നിനക്ക് അതായിരിക്കും നല്ലത്. അവർക്ക് കിട്ടുന്ന കാശിന് അവർ ചെയ്തിട്ട് പോകും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ബന്ധം ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന പോലെ ആ ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തമ്മിലൊരു സൗഹൃദം ഉണ്ടാവും. ആ ഒരു പാട്ടുണ്ട് അതിനകത്ത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ് ഉണ്ട് ആ പടത്തിനകത്ത്, 100 Days of Love. ഹൃദയത്തിൻ നിർമ്മയ. അതെ, ഹൃദയത്തിൻ നിർമ്മയ. അതെ. അപ്പൊ അങ്ങനെ രാത്രി ഏതൊരു കട എന്റെ അസോസിയേറ്റ് പോയി തുറപ്പിച്ച് അവിടുന്ന് ഇതിന്റെ മൊത്തം ലേഔട്ട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് അത് വേറെ പുസ്തകം വാങ്ങിച്ച് അതിന്റെ പുറത്ത് ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. അങ്ങനെ എനിക്ക് നീന്തലറിയില്ല, അതുകൊണ്ട് എന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇട്ട് ഞാൻ കഷ്ടപ്പെടും എങ്ങനെയെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി. എങ്ങനെ ഇതൊക്കെ നേരിടണമെന്നോ അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് വരികയാണ്, 27 or something. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നു. എറണാകുളമേ എനിക്കറിയില്ല. നിങ്ങൾ ഫോറം മോളിൽ പോയിട്ട് ഓണത്തിന് ഡെക്കറേഷൻ കണ്ടിട്ട് ഇതൊക്കെ ആരായിരിക്കും ചെയ്ത് അന്തം വിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കുന്നു അദ്ദേഹം. എനിക്ക് എന്താ എന്റെ ഒരു ഓൾഡർ വേർഷൻ, ഇത് ഞാൻ എന്റെ ഒരു ഓൾഡർ വേർഷൻ സംസാരിക്കുന്നത് എൽഡർ, അത് തന്നെ. ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതേ ക്യൂരിയോസിറ്റി കാരണമാണ് പിന്നെ എന്താ ഞാൻ ചോദിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല, നീ അല്ലേ ചോദിക്കണ്ടേ? അതെ, നീ ഹൃദയത്തിൽ നിന്ന് ചോദിക്കുന്ന. ഓ, നിങ്ങൾക്കൊക്കെ മറ്റേ ഇതുള്ള ആൾക്കാരാണല്ലോ. സോറി, ഞാൻ മറന്നുപോയി. ഞങ്ങള് എന്റെ ഒരു എൽഡർ വേർഷനെ കണ്ടുപിടിച്ചു ഞങ്ങൾ സെറ്റ്. യെസ്. ആ